ദീപക്, മുഖ്യമന്ത്രിയും വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജി സുധാകരന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. ഒപ്പം വീണ്ടും LDF അധികാരത്തിൽ വന്നാൽ അത് അഴിമതി ഭരണത്തിന് കളമൊരുക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളിൽ മറുപടി പറഞ്ഞു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി? ദീപക്. ഡോക്ടർ ഉന്മേഷ്, ഇതിൽ CM വിത്ത് SKN അഭിമുഖത്തിൽ നിലപാട് കൃത്യമായി വ്യക്തമാക്കുന്നത് 2-3 കാര്യങ്ങളിലാണ്. ഇതുവരെ മുഖ്യമന്ത്രി പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണ തുടർച്ച അഴിമതി ഉണ്ടാക്കുമെന്ന നറേറ്റീവ്, അത് പ്രതിപക്ഷത്തിൻ്റെയാണ്, അത് PR ഏജൻസികൾ ഉണ്ടാക്കിയ നറേറ്റീവാണ്. പക്ഷേ എന്നാൽ കേരളത്തിൽ 10 വർഷത്തെ ഭരണം അഴിമതി തുടച്ചു നീക്കി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച ഉണ്ടാകേണ്ടത് കേരളത്തിൻ്റെ പൊതുവികാരമാണ് എന്ന് മുഖ്യമന്ത്രി കൃത്യമായി വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, കമ്മ്യൂണിസ്റ്റുകാർ ഭരണ തുടർച്ചയ്ക്കെതിരാണ് എന്ന് പറയുന്ന നറേറ്റീവ് അത് പ്രതിപക്ഷമുണ്ടാക്കുന്ന നറേറ്റീവാണ്, UDF നറേറ്റീവാണ് എന്ന് കൃത്യമായി മുഖ്യമന്ത്രി സവിസ്തരം വിശദീകരിക്കുകയായിരുന്നു. മറ്റൊരു കാര്യം, പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തിയ ഓരോ കാര്യങ്ങളിലും അതിൽ ജി സുധാകരൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് സവിസ്തരം വിശദീകരിച്ചു. മുഖ്യമന്ത്രി വിളിച്ചില്ല എന്ന് ജി സുധാകരൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. പലകുറി വിളിച്ചിരുന്നു, അദ്ദേഹം ഫോൺ എടുത്തില്ല. മാത്രവുമല്ല, അവിടുത്തെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയെ ജി സുധാകരൻ്റെ വീട്ടിലേക്ക് അയച്ചു. അപ്പോൾ നേരിട്ട് ഫോണിൽ സംസാരിക്കാൻ വേണ്ടി, ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടി നാസർ ജില്ലാ സെക്രട്ടറി പറഞ്ഞപ്പോൾ വിളിക്കേണ്ടതില്ല എന്നതായിരുന്നു ജി സുധാകരൻ്റെ നിലപാട്. അതിൻ്റെ അർത്ഥം നേരത്തെ തന്നെ UDFുമായി ധാരണയിലായിപ്പോയപ്പോൾ പിന്നെ എന്നോട് എന്ത് പറയാൻ സാധിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അതായത് ജി സുധാകരൻ നേരത്തെ തന്നെ ഡീൽ ഉറപ്പിച്ച ശേഷമാണ് കലാപക്കൊടി ഉയർത്തിയത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ജി സുധാകരന് മറുപടി പറഞ്ഞത്, അദ്ദേഹം പറയുന്നു, ജി സുധാകരൻ ചോദിക്കുന്നു പിണറായി വിജയന് ബാധകമല്ലേ എന്ന്. ബാധകമാണ്. പക്ഷെ പാർട്ടി കൃത്യമായി ഓരോ ഘട്ടത്തിൽ ഓരോ ഘടകങ്ങളിൽ നിലപാടുകൾ എടുക്കും. ആ നിലപാടുകളുടെ ഭാഗമായാണ് ഓരോ സഖാക്കളും ഓരോ ഘടകത്തിൽ മത്സരിക്കുന്നത്, തുടരുന്നത്, പാർട്ടി ചുമതലകൾ വഹിക്കുന്നത്. അങ്ങനെ ജി സുധാകരൻ ബ്രാഞ്ചിലിരിക്കാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു. അവിടെ DC ഓഫീസിൽ ജി സുധാകരന് പ്രത്യേക ഓഫീസ് പോലും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ നൽകിയിരുന്നു. പക്ഷേ എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു ജി സുധാകരൻ്റെ നിലപാട്. നേരത്തെ ഒരു ഡീൽ ഉറപ്പിച്ചതിൻ്റെ ഭാഗമെന്നോണമാണ് ജി സുധാകരൻ പെരുമാറിയത് എന്ന് പറയുന്നു. മറ്റൊന്ന്, ആലപ്പുഴയിലെ പാർട്ടിക്ക് അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിക്ക് ഇത്തരം വിമത പ്രവർത്തനങ്ങൾ ഒന്നും ബാധിക്കില്ല, ഏതെങ്കിലും രീതിയിൽ ബാധിക്കില്ല എന്ന് കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞു പോവുകയാണ് ചെയ്തത്. അതായത് ജി സുധാകരനായാലും അത് TK ഗോവിന്ദനായാലും ഒന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഇടതുമുന്നണിയെ ബാധിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. മറ്റൊന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി. പത്മകുമാറിനെതിരെ ആദ്യം എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? പത്മകുമാർ ജയിലിലായിരുന്നു, അദ്ദേഹത്തോട് പാർട്ടിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ ജയിലിൽ ഇറങ്ങിയ ഉടനെ പാർട്ടി വിശദീകരണം ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി. ഇതിൽ പാർട്ടിക്ക് ഇത്തരം നിലപാടേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ കൃത്യമായി തെളിമയാർന്ന മറുപടിയാണ് മുഖ്യമന്ത്രി ഇതിൽ നൽകിയത്. മറ്റൊന്ന്, 3ാം ഭരണ തുടർച്ച ഉറപ്പാണ് എന്ന് പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആരാണെന്ന് പാർട്ടി പിന്നീട് തീരുമാനിക്കും. അത് സാധാരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇദംപ്രദമല്ല, ഇതിന് മുൻപുള്ളതെല്ലാം നിലപാട് അതായിരുന്നു. പാർട്ടി ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ളത്. വളരെ കോൺഫിഡൻസോടെ, വളരെ സുസ്മേരവതനായിരുന്നു SKN-നൊപ്പം എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം സവിസ്തരം നിലപാട് വ്യക്തമാക്കിയത്. ഡോക്ടർ ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.